ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്നാൾ വാങ്ങിയ സീനിയെല്ലാം നമുക്ക് റിപ്പോർട്ട് ചെയ്താലോ? അതിനായിട്ട് മണ്ണെന്ന് പറയുമ്പോൾ കൂടുതലും മണലാണ് അതിലുള്ളത്. മണലോട് കൂടിയ മണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്കതിനകത്ത് ചേർക്കേണ്ടത് ഒരു ന്യൂട്രി മിക്സാണ്. അതായത് അതിൽ എല്ലുപൊടിയുണ്ട്, കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, അങ്ങനെ മിക്സ്ഡാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. പിന്നെ ചാണകപ്പൊടി. ഇവയെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് ഒരു മിശ്രിതമാക്കി മാറ്റണം. അതിനുശേഷമാണ് ചട്ടികളിലേക്ക് നിറയ്ക്കേണ്ടത്. മണൽ വളരെ കൂടുതലുള്ള മണ്ണായതിനാൽ നീർവാഴ്ച നല്ലോണം ഉണ്ടാകും. നമുക്ക് സീനിയ ചെടികൾക്ക് നല്ല നീർവാഴ്ചയുള്ള മണ്ണാണ് ആവശ്യം. ഇനി നമുക്ക് ചട്ടികളിലേക്ക് ഓട്ടയിടാം. ഓട്ടയില്ലാത്ത ചട്ടികളായത് കാരണം നല്ലോണം നീർവാഴ്ച ഉണ്ടാവാനായിട്ട് നമുക്കൊരു കമ്പി ഉപയോഗിച്ച് ഓട്ടയിടാം. ഓട്ടയിട്ടതിന് ശേഷം കരിങ്കല്ലുകളോ അല്ലെങ്കിൽ ഓടും കഷ്ണങ്ങളോ ഒക്കെ വെച്ച് നമുക്ക് ഈ ഓട്ടയുടെ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം നീർവാഴ്ച ഉണ്ടാകും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് കുറച്ച് കരിയിലകളാണ്. ഇതുപോലെ നല്ല രീതിയിൽ ഓട്ടയിട്ട ചട്ടികളാണ് നമ്മൾ മണ്ണ് നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ കുറച്ച് കരിയിലകളാണ് നിറയ്ക്കുന്നത്. ഇതിന് 2 ഗുണമുണ്ട്. നല്ലോണം നീർവാഴ്ച ഉണ്ടാകാനും അതുപോലെ തന്നെ മണ്ണ് നമുക്ക് വളരെ കുറവ് മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ചട്ടിയുടെ ഒരു പകുതി ഭാഗത്തോളം കരിയിലകൾ നിറച്ച് അതിന് ശേഷമാണ് മണ്ണിടുന്നത്. അപ്പോൾ മണ്ണ് അതിനനുസരിച്ച് വളരെ കുറവ് മാത്രം ചേർത്താൽ മതി. പിന്നീട് നമ്മൾ വളം ചേർത്ത മണ്ണ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഓരോ പ്രാവശ്യവും നികത്താം. കവറുകൾ പൊട്ടിച്ച് കവറിൽ നിന്ന് ചെടി എടുത്തതിന് ശേഷം അടിയിലത്തെ കുറച്ച് മണ്ണുകൾ മാറ്റാം. അത് കഴിഞ്ഞ് കുറച്ച് മണ്ണ് ചട്ടിയിലേക്ക് ആദ്യം തന്നെ ഇടാം. അതിനുശേഷമാണ് നമ്മൾ ചെടി അതിലേക്ക് ഉറപ്പിച്ച് കൊടുക്കേണ്ടത്. മണ്ണിട്ടൊന്ന് നിരത്തിയതിന് ശേഷം ചെടി പതുക്കെ ചട്ടിയിലേക്ക് ഇറക്കി വെക്കണം. ചുറ്റും നേരത്തെ നമ്മൾ തയ്യാറാക്കിയ മണ്ണ് വീണ്ടും ഇട്ട് കൊടുത്ത് നഴ്സറിയിൽ നിന്ന് ലഭിച്ച മണ്ണ് കാണാത്ത വിധത്തിൽ മൂടി ആ ചട്ടിയിലേക്ക് മണ്ണ് നിറച്ച് റെഡിയാക്കാം. ഇങ്ങനെ തന്നെയാണ് എല്ലാ ചെടികളും ഞാൻ റെഡിയാക്കുന്നത്. ഇപ്പോൾ സീനിയ കൂടാതെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ലെൻറ്റാനയും കൂടി ഞാനിപ്പോൾ നട്ടു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം കുറച്ച് വിൻകാ റോസികൾ വാങ്ങിയതും എൻ്റെ കയ്യിലുണ്ട്. അതും കൂടി ഞാൻ ഇതുപോലെ തന്നെ മണ്ണ് നിറച്ച് നട്ടു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ കയ്യിലുള്ള എല്ലാ ചെടികളും ഇപ്പോൾ അതേ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സൂര്യപ്രകാശം അധികം ഏൽക്കാത്ത എന്നാൽ നല്ല ബ്രൈറ്റായിട്ട് വെളിച്ചം കിട്ടുന്നതുമായ ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ ആ തണലത്ത് തന്നെ ഇരിക്കട്ടെ. ഒരാഴ്ചയോളം ഞാൻ അങ്ങനെ വെച്ചതിന് ശേഷം മാത്രമാണ് വെയിലത്തേക്ക് മാറ്റാറ്. ഇനിയും ഇതുപോലത്തെ ഗാർഡനിങ് വീഡിയോസും ടിപ്സുകളും കാണുന്നതിനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. താങ്ക് യു.